ഇന്നലെ പഠിക്കുവോ? ഇല്ലടോ, എന്നൊരു കഷ്ടകാല. ഇന്നലെയും പണിക്ക് ഞാൻ ആയുധൊക്കെ എടുത്ത് ഇറങ്ങി മുറ്റത്തൊക്കെ ഉണ്ട് ഇറങ്ങി ദേ കിടക്കണ ഒരു തെങ്ങും മട്ടല് വീണ്. മട്ടല് വീണെന്താ? ഉണങ്ങിയതാണേ. ഉണങ്ങിയത് വീഴാൻ പാടില്ല. ലക്ഷണക്കേടാ. ആ വിശ്വാസം പറഞ്ഞോ. അസ്ലമേ, നിന്റെ പെങ്ങളെ പ്രസവത്തിന് ആശുപത്രി കൊണ്ടില്ലേ? പ്രസവിച്ചു. ആണോ? എന്തുട്ടിയാ? ഇരട്ട കുട്ടികളാ. ആണോ? നല്ലത്. ഒരാണും ഒരു പെണ്ണും. നന്നായി. ഒന്ന് മരിച്ചടാ, പെൺകുട്ടി. അതെയോ? നല്ലതാണ്. ഇരട്ട കുട്ടികൾ ആണും പെണ്ണും വാഴൂല. ഒന്ന് പോയാടാ അവിടുന്ന്. എനിക്കും 2 കുട്ടികളുണ്ട്, ഇരട്ട കുട്ടികളാ. ഒരു കുഴപ്പമില്ലല്ലോ. അല്ല, വിശ്വാസം വേണടോ. ആണോ? പിന്നെ അപ്പൊ ഈ ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ കാലം കോഴിയൊക്കെ പോകുന്നത്, അതൊക്കെ എന്തെങ്കിലും പ്രശ്നം? കാലം കോഴി പോകുന്നത് നമ്മളെ വിളിക്കല്ലേ? അയ്യോ, ലക്ഷണക്കേടാണ്. എൻ്റെ അമ്മേ, ഞാനൊക്കെ രാത്രി കേട്ടാ പിന്നെ ഉറങ്ങിയല്ല. ഈ മാസം മൊത്തം കഷ്ടകാലാടോ. എന്റെ പല്ല് കൊഴിഞ്ഞു വീണ് സ്വപ്നം കണ്ടി. അത് ലക്ഷണക്കേടാണ്. പല്ല് കൊഴിഞ്ഞു വീണു? ആ, ഒരു സമാധാനം എനിക്കിപ്പില്ല. ഇങ്ങനെ അന്ധവിശ്വാസം ഉണ്ടാവരുത് കേട്ടോ. അന്ധവിശ്വാസമല്ല, അത് വിശ്വാസാണ്. നിനക്ക് ചിരിക്ക, നിനക്കിപ്പോ നല്ല കാലാടോ. നിന്റെ കുമ്പ ഉണ്ടില്ലേ? പണക്കുമ്പേണ് ഉണ്ടില്ലേ? നേരെ വന്നു തുടങ്ങി പണനര. നല്ല കാല. വിശ്വാസം വേണടോ. എന്ത് വിശ്വാസം? ലക്ഷണക്കേടുണ്ട്. കയ്യിലെ കാശും വാങ്ങി നീ മുങ്ങി നടക്കണം. എത്ര ദിവസമായി എനിക്കറിയോ? ഞാൻ ഓരോരോ പ്രശ്നം കൊണ്ടാണ്. ഞാൻ വരാം. അവിടെ വീടിന്റെ പണി മുടങ്ങി കിടക്കുക. അത് ഓരോ ലക്ഷണക്കേട് എന്റെ കുറ്റല്ല. പിന്നെ അത് ആരെ കുറ്റിയടിച്ചത്? നിന്റെ ഒരു കുറ്റടി. നാളെ പണിക്കൊന്നും ഞാൻ കാണിച്ചു തരാം തന്നെ. ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഈ മാസം എനിക്ക് ഭയങ്കര കഷ്ടകാലാണ്. എന്നാണ് തല്ലി എന്നൊന്നും മിണ്ടാത്ത. വാസുവോ, നാട്ടുകാരെ അടി കിട്ടുന്നത് നല്ലതാ. ആണോ? നാട്ടുകാരെ അടി കിട്ടി ആരും മോശമായിട്ടില്ല. സത്യമാ? വിശ്വസിക്കാൻ പറ്റുമോ? ഓ, അങ്ങനെയാണെങ്കിലേ ഞാൻ നടന്നടി മേടിക്കും. ആ, പല്ലിളങ്ങിയെന്നാ തോന്നുന്നത്. അടിക്കടി കിട്ടിക്കൊണ്ടേ. അതൊരു വിശ്വാസാണോ?